നമസ്തേ കൂട്ടുകാരി. നമ്മളെക്കാട്ടിലും മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണത്തിൽ ലക്ഷ്മണന് തൻ്റെ ഏട്ടൻ്റെ ഭാര്യയായ സീതാദേവിയോടുണ്ടായ ബഹുമാനത്തെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വനവാസകാലത്ത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന വഴി സീതാദേവി പുഷ്പക വിമാനത്തിൽ നിന്നും ഒരു വാനര കൂട്ടത്തെ കണ്ടു. താൻ ഈ വഴിയാണ് പോയതെന്ന് ശ്രീരാമൻ അറിയാൻ വേണ്ടി തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ച് ഒരു കിഴിയിലാക്കി താഴത്തേക്കെറിഞ്ഞു. അത് സുഗ്രീവന് ലഭിച്ചു. പിന്നീട് രാമനും ലക്ഷ്മണനും സീതാദേവിയെ അന്വേഷിച്ച് സുഗ്രീവന്റെ അടുത്തെത്തി. സുഗ്രീവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ തനിക്ക് കിട്ടിയ കിഴി എടുത്ത് ശ്രീരാമന് കൊടുത്തു ചോദിച്ചു, ഇത് സീതാദേവിയുടെ ആണെന്ന് നോക്കുവാൻ. സീതാദേവിയെ കാണാതായ വിഷമത്താൽ ശ്രീരാമന്റെ കണ്ണുനീർ കാരണം നിറഞ്ഞതിനാൽ ആഭരണങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പോൾ ലക്ഷ്മണന് കൊടുത്ത് ഇത് സീതാദേവിയുടെ തന്നെയാണോ എന്ന് നോക്കുവാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ഡലേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാദിവന്ദനാൽ. ഇതിലുള്ള കമ്മലുകളും മോതിരങ്ങളും ആരുടേതാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിത്യം വണങ്ങുന്ന ആ പാദങ്ങളിലെ പാദസരങ്ങൾ അതെനിക്കറിയാമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. കൂട്ടുകാരി, നമുക്കും നമ്മളെക്കാട്ടിലും മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരായി വളരാം. നമസ്തേ.